മാസ്റ്റർ വാങ്ഫു എന്ന ഇദ്ദേഹമാണ് മിറാക്കിൾ ബോക്സിന്റെ ഗാർഡിയൻ. 5 തരം മാന്ത്രിക മിറാക്കുലസുകൾ അടങ്ങുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ് ഈ മിറാക്കിൾ ബോക്സ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലേഡി ബഗിന്റെയും കാറ്റ് നോറിന്റെയും മിറാക്കുലസുകൾ. ഇവ രണ്ടും ഒന്നു ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ പല തിന്മകൾക്കെതിരെ പ്രതികരിക്കാനായി സാധിക്കും. ശേഷം നമ്മൾ കാണുന്നത് ഫ്രാൻസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാരീസ് നഗരമാണ്. ഇവിടെയാണ് ദുപെയിൻ ചെങ് ദമ്പതികളുടെ മകളും നമ്മുടെ ഹീറോയിനുമായിട്ടുള്ള മാരിനേറ്റ് താമസിക്കുന്നത്. അച്ഛനും അമ്മയും ഇവിടെ കഫേ നടത്തുവാണ്. രണ്ടുപേരും ഭയങ്കരമായിട്ട് സംസാരിക്കും. എന്നാൽ മാരിനേറ്റ് ആവട്ടെ ഈ സംസാരത്തിൽ അല്പം പുറകോട്ടാണ്. അവൾക്കധികം ഫ്രണ്ട്സും ഇല്ല. അമ്മ എപ്പോഴും അവളെ ഉപദേശിക്കുമായിരുന്നു, മോളുടെ മനസ്സ് പറയുന്നത് കേൾക്കണേ, എങ്കിൽ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരുമെന്ന്. അമ്മയ്ക്കൊരു ചക്കരയുമ്മയും കൊടുത്ത് മാരിനേറ്റ് പതിവ് പോലെ സ്കൂളിലേക്ക് പോവാനായി ഇറങ്ങുവാണ്. ഭാവിയിൽ ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആവണം എന്നാണ് നമ്മുടെ മാരിനേറ്റിന് ആഗ്രഹം. എന്നാൽ തൊട്ടതും പിടിച്ചതും ഒക്കെ അബദ്ധത്തിൽ കലാശിക്കുന്ന മാരിനേറ്റിന് അവളുടെ മനസ്സുകൊണ്ട് വിശ്വാസമില്ല അവൾ ശരിക്കും ഒരു ഫാഷൻ ഡിസൈനർ ആകുമോ എന്നുള്ളത്. എന്നാലും മനസ്സിൽ തോന്നുന്ന പല ഐഡിയകളും അവള് ഇതുപോലൊരു പുസ്തകത്തിലെ കുറിച്ചു വെക്കാറുണ്ട്. എന്നെങ്കിലും പടമായി വരയ്ക്കുന്ന അവളുടെ ഈ വസ്ത്രങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകാൻ അവളെ കൊണ്ട് സാധിക്കും എന്ന് ഉള്ളിന്റെ ഉള്ളില് അവളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ മാരിനേറ്റ് അവളുടെ ഒരു സങ്കല്പ ലോകത്തിലാണിപ്പോ. അധികം വൈകാതെ ഇത് തന്റെ ഇമാജിനേഷൻ ആണെന്ന് നമ്മുടെ മാരിനേറ്റ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പാരീസിൽ തന്നെയുള്ള ഒരു അടിപൊളി കോസ്റ്റ്യൂം ഡിസൈനറാണ് ഗബ്രിയേൽ. അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹത്തെയുമാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ സമയം കൊണ്ട് മാരിനേറ്റ് സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. സ്കൂളിലുള്ള സ്റ്റൈലിഷ് താരമായിട്ടുള്ള ക്ലോയിയുടെ ദേഹത്ത് അറിയാതെ മാരിനേറ്റ് ഒരു തുള്ളി കാപ്പിയാക്കി കളഞ്ഞു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ക്ലോയി നേരെ ക്ലാസ്സിനകത്തേക്ക് കയറി പോകുവാണ്. ആലിയ എന്ന പെൺകുട്ടിയാവട്ടെ മാരിനേറ്റിനോട് ഫ്രണ്ട് ആവാൻ നടക്കുവാണ്. കാരണം മാരിനേറ്റ് എപ്പോഴും എന്തെങ്കിലും അബദ്ധം ചെയ്യും. ഇത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഫേമസ് ആവുമെന്നാണ് ആലിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാരിനേറ്റ് എന്ത് തരം അപകടം ചെയ്ത് കഴിഞ്ഞാലും അത് അടിപൊളി എന്ന് മാത്രമാണ് നമ്മുടെ ഏലിയ അവളെ ഉപദേശിക്കാറുള്ളൂ. പിന്നീട് നമ്മൾ ഗബ്രിയേലിനെ കാണുവാണ്. പുള്ളിക്കാരന്റെ വൈഫ് എമിലി മരിച്ചു പോയിരിക്കുന്നു. എന്നാലും സങ്കല്പ ലോകത്തില് പുള്ളി ഇപ്പോഴും തന്റെ ഭാര്യയോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്റർവെൽ സമയത്ത് ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങിയ നമ്മുടെ മാരിനേറ്റിനോട് നമ്മുടെ ക്ലോയി വന്ന് അവളെ ഭീഷണിപ്പെടുത്തുവാണ്. ജീവനും കൊണ്ട് ഓടി നമ്മുടെ മാരിനേറ്റ് ഒളിക്കുന്നതോ ലൈബ്രറിയിലും. എന്റെ ഒരു കാര്യമേ എന്നോർത്തിരിക്കുന്ന മാരിനേറ്റ് അവിടെ വെച്ച് പൂച്ചക്കണ്ണുള്ള ഒരു പയ്യനെ കണ്ടു. അവന്റെ പേര് എഡ്രിയൻ എന്നായിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് പോലെ അവനെ കണ്ടതും ഇവളുടെ അടിവയറ്റില് മഞ്ഞ് വീഴുന്ന സുഖമായിരുന്നു. ഇവളുടെ കാട്ടിക്കൂട്ടൽ കണ്ടപ്പോ നമ്മുടെ എഡ്രിയൻ അങ്ങനെ തന്നെ പുറത്തോട്ട് പോയി. എന്നിട്ട് എഡ്രിയന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നിനോയോട് ഒരു പെണ്ണിനെ ഞാൻ അകത്ത് കണ്ടടാ, വല്ലാത്തൊരു ജാതി എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ശേഷം നമ്മള് ഗബ്രിയേലിന്റെ വീട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ എഡ്രിയൻ. പക്ഷെ അമ്മ മരിച്ചതിൽ പിന്നെ ഈ അപ്പനും മകനും തമ്മിൽ വലിയ റിലേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്രിയൻ എപ്പോഴും ഒറ്റപ്പെട്ടാണ് നടക്കാറുള്ളത്. അവന് വലിയ സങ്കടമാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എഡ്രിയൻ പലതവണ ചിന്തിക്കാറുണ്ട്. ഇതേ സമയം ഇവന്റെ അച്ഛൻ അമ്മയെ തിരികെ കൊണ്ടുവരാൻ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. മിറാക്കിൾ ബോക്സിലെ ബട്ടർഫ്ലൈ മിറാക്കുലസിന്റെ ഓണറാണ് ഈ ഗബ്രിയേൽ. ബട്ടർഫ്ലൈ ക്വാമിയെ പുറത്തേക്ക് വിളിച്ച് സൂപ്പർ വില്ലനായ ഹോക്മോത്ത് ആയിട്ട് ഗബ്രിയേൽ മാറുന്നു. ഇക്കാര്യം അറിഞ്ഞ വാങ്ഫു ഉടനെ തന്നെ മിറാക്കിൾ ബോക്സ് കയ്യിലെടുത്ത് ലേഡി ബഗിന്റെയും കാറ്റ് നോറിന്റെയും മിറാക്കുലസുകൾ പുറത്തേക്ക് റിലീസ് ചെയ്യിപ്പിച്ചു. അമ്പിനും വില്ലിനും അടുക്കാത്ത രണ്ടെണ്ണവും രണ്ട് ദിശയിലേക്ക് പോകുന്നു. ക്ലോയിയെ കണ്ട് പേടിച്ചോടുന്ന മാരിനേറ്റ് ആവട്ടെ വന്നിരിക്കുന്നത് നമ്മുടെ വാങ്ഫു മാസ്റ്ററിനെയാണ്. അയാളിപ്പോ ലേഡി ബഗ് മിറാക്കുലസിന്റെ പിന്നാലെയായിരുന്നു. ഒരു അപകടത്തിൽ നിന്ന് വാങ്ഫുവിനെ മാരിനേറ്റ് രക്ഷപ്പെടുത്തിയതും നീയാണ് ലേഡി ബഗ് ആവാൻ അനുയോജ്യ എന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ മാരിനേറ്റ് അതൊന്നും ശ്രദ്ധിക്കാതെ ഓടിപ്പോയി. അവൾ അങ്ങനെ ഒരു സ്ട്രീറ്റില് ഒരു ഡസ്റ്റ്ബിന്നിന്റെ പിറകിലായി ഒളിച്ചിരുന്ന് എങ്ങനെയൊക്കെയോ ക്ലോയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതേ സമയം എഡ്രിയന്റെ റൂമില് ഒരു കറുത്ത പൂച്ചയെ അവൻ കാണുവാണ്. അതിന്റെ അടുത്ത് ഒരു റിംഗ് ഉണ്ടായിരുന്നു. അതവൻ കൈവശം വെക്കുന്നു. ഈ സമയത്ത് ഒരാളാവട്ടെ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളത് റിജക്ട് ചെയ്തു. ഇതിൽ മനസ്സ് നൊന്തിരിക്കുന്ന ഇയാളെയാണ് ഹോക്മോത്ത് തന്റെ അക്കൂമയുമായി പിടികൂടുന്നത്. അയാളെ ഒരു സൂപ്പർ വില്ലനായിട്ട് ഹോക്മോത്ത് മാറ്റിയിരിക്കുന്നു. ഈ സമയത്ത് മാരിനേറ്റിനടുത്തേക്ക് ലേഡി ബഗ് മിറാക്കുലസ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ലേഡി ബഗിലെ ക്വാമിയായിട്ടുള്ള കിക്കി നമ്മുടെ മാരിനേറ്റിനോട് സംസാരിക്കാനായി തുടങ്ങുന്നു. മാരിനേറ്റ് ആകെ അന്തം വിട്ട് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. കാരണം അവൾക്ക് ഇതേപ്പറ്റി ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഈ ക്വാമി പറഞ്ഞു, ഞാനൊരു കുട്ടി ഭൂതമാണ്. ഞാനാണ് ഈ ലേഡി ബഗ് മിറാക്കുലസിലുള്ള കുഞ്ഞു ജീനി. നിന്നെ കൊണ്ട് ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു തരത്തിൽ നിന്റെ സഹായം ചോദിക്കാൻ. ഇതെല്ലാം കേട്ടപ്പോൾ മാരിനേറ്റ് പേടിച്ച് കരയാൻ തുടങ്ങി. നമ്മുടെ കിക്കി ആവട്ടെ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മിറാക്കിൾ ബോക്സിനെ പറ്റിയിട്ടും മിറാക്കുലസുകളെ പറ്റിയിട്ടും. അങ്ങനെ ഈ ലേഡി ബഗ് മിറാക്കുലസ് എന്ന് പറയുന്നത് മിറാക്കുലസ് ഓഫ് ക്രിയേഷൻ ആണെന്നും നമ്മുടെ കിക്കി പറഞ്ഞു കൊടുക്കാണ്. എന്നാൽ അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോയിൻ ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക്
എനിക്ക് ഭയങ്കര പേടിയാണെന്നൊക്കെ നമ്മുടെ മാരിനേറ്റ് പറയുമ്പോൾ കിക്കി അവളെ ഓരോന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. നിനക്ക് മാസ്റ്റർ വാങ്ഫുവിനെ സഹായിക്കാനായി പറ്റിയില്ലേ? അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ ലോകത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. നീ ആദ്യം നിന്റെ ഉള്ളിലെ പേടിയുമായി പോരാടണം. അത് മറികടന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ നിനക്ക് സഹായിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. നിന്നെ കൊണ്ടേ പറ്റൂ, നീയാവണം ലേഡി ബഗ് എന്ന് കിക്കി പറയുന്നു. എന്നിട്ട് അവളെ ചുറ്റി അവളെ ലേഡി ബഗ് കോസ്റ്റ്യൂം അണിയിപ്പിക്കുന്നു. ഇതേ സമയത്ത് പുറത്ത് ഇപ്പൊ നമ്മുടെ ഹോക്മോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സൂപ്പർ വില്ലൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ലേഡി ബഗായി വേഷം മാറിയിട്ടുള്ള മാരിനേറ്റിന്റെ കയ്യിൽ ഒരു യോയോ കൂടി കിക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് നമ്മുടെ കാറ്റ് നോയറിനെ കണ്ടുമുട്ടാണ്. കാറ്റ് നോറായി മാറിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ എഡ്രിയൻ ആയിരുന്നു. ഇവര് രണ്ടുപേരും ഇപ്പൊ ഒരു മ്യൂസിയത്തിനകത്താ കേട്ടോ ഉണ്ടായിരുന്നത്. കാറ്റ് നോർ ആവട്ടെ ലേഡി ബഗിനോട് പറയുന്നത്, നീ എന്റെ അസിസ്റ്റന്റ് ആണ്, ഞാനാണ് ഇവിടത്തെ സൂപ്പർ ഹീറോ, നീ എനിക്ക് അസിസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന്. അങ്ങനെ അവൻ വീമ്പ് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ അക്കൂമയായി മാറിയിരിക്കുന്ന ഗാർഗെയിൽ അവിടേക്ക് വരുന്നത്. ഗാർഗെയിൽ എന്നാണ് ഇപ്പൊ ഹോക്മൗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സൂപ്പർ വില്ലന്റെ പേര് കേട്ടോ. അങ്ങനെ ഗാർഗെയിൽ നമ്മുടെ കാറ്റ് നോറിനെ ഓടിക്കുമ്പോൾ അവൻ പറയുവാണ്, ലേഡി ബഗെ എന്നെ രക്ഷിക്കടി, ഞാനും ഇന്നാണ് ആദ്യമായിട്ട് ഈ കോലം കെട്ടിയത്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ ഗാർഗെയിലിനെ ഇടിക്കാനായിട്ട് തുടങ്ങാണ്. സത്യം പറഞ്ഞ രണ്ടുപേർക്കും എങ്ങനെയാണ് അവരുടെ പവേഴ്സ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഗാർഗെയിലിന്റെ പുറത്തിരുന്ന് പറക്കാണ് കാറ്റ് നോർ. അതിന്റെ പിന്നാലെ ഈ യോയോമായിട്ട് പിന്നാലെ പറക്കുന്ന നമ്മുടെ ലേഡി ബഗും. ആൾക്കാരാവട്ടെ ആദ്യമായിട്ട് അവരുടെ സിറ്റി രക്ഷിക്കാൻ വന്ന സൂപ്പർ ഹീറോസിനെ കണ്ട് അന്തം വിട്ട് പണ്ടാരടങ്ങിയിരിക്കുന്നു. അങ്ങനെ കാറ്റ് നോർ ഈ ഗാർഗെയിലുമായിട്ട് ഒരു സബ്വേയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുത്തെ ആൾക്കാരെ ഒക്കെ തന്നെ ഈ ഗാർഗെയിൽ പേടിപ്പിക്കാൻ തുടങ്ങി. കാറ്റ് നോർ ആവട്ടെ നില്ലട അവിടെ എന്നും പറഞ്ഞ് അവന്റെ പിന്നാലെ പോകുന്നു. എന്നേ ഗാർഗെയിൽ അവന്റെ കാല് ഈ ട്രാക്കില് ലോക്ക് ചെയ്യിപ്പിച്ചു. ഉടനെ തന്നെ നമ്മുടെ ലേഡി ബഗ് ആവട്ടെ ഒരു മെട്രോ ട്രെയിനിന്റെ പുറത്ത് കയറിയിട്ട് നമ്മുടെ കാറ്റ് നോറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ വന്നിടിക്കുന്നതിന് മുൻപായി തന്നെ നമ്മുടെ കാറ്റ് നോറിനെ ലേഡി ബഗ് രക്ഷപ്പെടുത്തി. അപ്പോഴാണ് അവന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയത്. ആരോട്? നമ്മുടെ ലേഡി ബഗിനോട്. ഇവര് രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ഒരുവിധം ആ ഗാർഗെയിലിന്റെ അകത്ത് നിന്ന്, അതായത് ആ ഒരു സൂപ്പർ വില്ലൻ ആയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു ഈയാൻ പറ്റ കയറിയിട്ടായിരുന്നു. ആ ഒരു ഈയാൻ പറ്റ, അതിനെയാണ് അക്കുമ എന്ന് പറയുന്നത്, അതിനെ പുറത്തേക്ക് വിളിച്ചു. ലേഡി ബഗിന്റെയും കാറ്റ്നോറിന്റെയും അടുത്തേക്ക് വന്ന വാങ്ഫു അവരോടൊരു ഉപദേശം കൊടുത്തു. ഫ്രീ ആയി തരുവാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ മാത്രമാണ് തിന്മയ്ക്കെതിരെ പോരാടാൻ സാധിക്കുള്ളൂ എന്ന്. അങ്ങനെ ലേഡി ബഗും കാറ്റ് നോറും എന്ത് കാര്യത്തിലും ഒന്നിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അധികം സംസാരിക്കാൻ നിൽക്കാതെ ലേഡി ബഗ് നേരെ വീട്ടിലേക്ക് പോയി. കാറ്റ് നോറിനാവട്ടെ ആദ്യം തന്നെ അവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അങ്ങനെ അവള് എന്റേതായി തീരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാറ്റ് നോർ വലിയ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അവന് സൂപ്പർ ഹീറോ പരിവേഷം കിട്ടിയതിൽ ആള് ഫുള്ള് ഹാപ്പിയാണ്. അതുകൊണ്ടാണല്ലോ അവന് ലേഡി ബഗിനെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത് എന്നൊക്കെയാണ് നമ്മുടെ കാറ്റ് നോർ പറയുന്നത്. എന്നാൽ ലേഡി ബഗ് ആയിട്ടുള്ള മാരിനേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അവൾക്കൊട്ടും തന്നെ സന്തോഷമില്ല. കാരണം അവൾ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു പേടിത്തൊണ്ടിയാണ്. കാറ്റ് നോർ ആയിട്ടുള്ള എഡ്രിയനെ നോക്കുകയാണെങ്കിലോ അവൻ ഫുൾ ഹാപ്പിയാണ്. കാറ്റ് നോർ മിറാക്കുലസിന്റെ ക്വാമി ആയിട്ടുള്ള പ്ലാഗിനോട് എഡ്രിയൻ സംസാരിക്കുമ്പോൾ ലേഡി ബഗ് മിറാക്കുലസിന്റെ ക്വാമി ആയിട്ടുള്ള കിക്കിയോട് മാരിനേറ്റും സംസാരിക്കുകയാണ്. എഡ്രിയൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, ലേഡി ബഗിനെ വളയ്ക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ പ്ലാഗെ എന്നാണ്. എന്നാൽ നമ്മുടെ മാരിനേറ്റ് ആവട്ടെ ചോദിക്കുന്നത്, എനിക്ക് ലേഡി ബഗ് ആവാനൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ആ ഒരു മിറാക്കുലസ് ബോക്സ് വരെ അവൾ പുറത്തേക്ക് എടുത്ത് കളയുന്നുണ്ട്. പക്ഷേ ലേഡി ബഗ് മിറാക്കുലസിന്റെ ഓണറെയൊക്കെ മുന്നേ തീരുമാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നീ തന്നെ ആയിരിക്കണം ഈ ലേഡി ബഗ്, നിന്നെ കൊണ്ട് അതിന് സാധിക്കും, നീ നിന്റെ പേടിയെ മറികടക്കണമെന്ന് കിക്കി വീണ്ടും പറയുന്നു. ഗബ്രിയേൽ ആവട്ടെ ഹോക്മോത്തായ ക്ഷീണത്തിൽ ഇരിക്കുകയാണ്. അന്നേരം ബട്ടർഫ്ലൈ ക്വാമി അവന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ലേഡി ബഗിന്റെയും കാറ്റ്നോറിന്റെയും മിറാക്കുലസുകൾ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതിന് നിങ്ങൾ ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്യണം. കാരണം എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ലേഡി ബഗും കാറ്റ്നോറും വരുള്ളൂ. അവരുടെ അടുത്ത് നിന്നാണ് ആ മിറാക്കുലസുകൾ നേടാനായി സാധിക്കുള്ളൂ. ഇത് കേട്ടതും ഗബ്രിയേലിന്റെ മനസ്സിൽ വീണ്ടും ദുഷ്ടബുദ്ധി തെളിഞ്ഞു. അപ്പോൾ ഞാൻ ഇനിയും ലോകത്ത് ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ അവരിൽ നിന്ന് ആ മിറാക്കുലസ് ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞ് അയാൾ നേരെ ജയിലിലേക്ക് പോയി അവിടെ വീണ്ടും ഇതുപോലെ ദുഷ്ടന്മാരെ ഉണ്ടാക്കുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മാരിനേറ്റിനോട് ലേഡി ബഗിന്റെയും കാറ്റ്നോറിന്റെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആലിയ. ഈ രണ്ട് സൂപ്പർ ഹീറോസും ലവേഴ്സ് ആണെന്നാ തോന്നുന്നേ എന്ന് ആലിയ പറയുമ്പോൾ അത് അവനൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയത്ത് ജയിലിൽ നിന്ന് ആ രണ്ട് സൂപ്പർ വില്ലന്മാരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. കുട്ടികളാവട്ടെ ഇവിടെ അടുത്തിപ്പോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഫെസ്റ്റിന് പോകേണ്ടതായിട്ട്
ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നടക്കുകയാണ്. ഈ ഫെസ്റ്റിന്റെ ഭാഗത്താണ് ഈ സൂപ്പർ വില്ലന്മാര് വന്നിട്ടുണ്ടായിരുന്നത്. മാരിനേറ്റിന് നോക്കാനായി അപ്പം വരുമ്പോൾ ഈ 4 പിള്ളേരും കൂടി അവിടെ എന്തെങ്കിലും റൈഡിനൊക്കെ പോവാനായിട്ട് നിൽക്കുന്നു. ആലിയയ്ക്ക് നീനോയെയും നീനോയ്ക്ക് ആലിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ അവര് പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ല. മാരിനേറ്റിന് ഏഡ്രിയനെ ഇഷ്ടമാണ്. അവരങ്ങോട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മാരിനേറ്റിന്റെ അപ്പൻ അവിടേക്ക് വരുന്നത്. അപ്പോഴേക്ക് നമ്മുടെ ഏഡ്രിയനെ അവന്റെ അച്ഛനായ ഗബ്രിയേലെ വീട്ടിലേക്ക് വിളിച്ച് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കാൻ പോവാ എന്ന് പറയുന്നു. ഏഡ്രിയൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഈ സൂപ്പർ വില്ലന്മാര് ഈ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. റോളർ കോസ്റ്ററിലും അതുപോലെ തന്നെ ഒരു ജയന്റ് വീലുമായിട്ടാണ് അവർ ആദ്യം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇവര് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചു. ഈ സമയത്താണ് നമ്മുടെ മാരിനേറ്റ് ഇക്കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരിക്കലും ഇനി ലേഡി ബഗ് ആവല്ലേ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ കിക്കി വന്ന് അവളോട് പറയും, നീ ആയേ തീരൂ എന്ന് പറയും. ഇവിടെയുള്ള ജയന്റ് വീല് പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ നിന്ന് പോരാനായിട്ട് തുടങ്ങി. അന്നേരം കിക്കി നമ്മുടെ ലേഡി ബഗിനടുത്തേക്ക് വന്ന്, നീ ഇനിയും നിന്റെ പേടിയെ മറികടന്നില്ല എങ്കിൽ നിന്നിൽ അന്വർത്ഥമായിട്ടുള്ള ആ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ആരെക്കൊണ്ട് സാധിക്കാതെ വരും. നിന്റെ പിഴവ് മൂലം ഈ ലോകം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നീ ലേഡി ബഗായി മാറിയേ തീരൂ. നിന്റെ പേടിയെ നിനക്ക് മറികടക്കാനായി സാധിക്കണം. അങ്ങനെ നീ ചെയ്തേ പറ്റൂ. നീ ലേഡി ബഗായി മാറണം. അങ്ങനെ കിക്കി കൊടുത്ത ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് നമ്മുടെ ലേഡി ബഗ് പറഞ്ഞു, കിക്കി സ്പോർട്സ് ഓൺ. അങ്ങനെ നമ്മുടെ ലേഡി ബഗായി മാരിനേറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം മാറിയിരിക്കുകയാണ്. തന്റെ യോയോയും പിടിച്ച് അവള് വേഗം തന്നെ ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമ്മുടെ കാറ്റ്നോറും കൂടി അവിടേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ഇവര് 2 പേർക്കും അറിയാവുന്ന കാര്യമാണ്, ഒന്നിച്ച് നിന്ന് കഴിഞ്ഞ ഇരട്ടി ശക്തിയാണെന്ന്. 2 പേരും ഒന്നിച്ച് നിന്ന് ഈ 2 സൂപ്പർ വില്ലന്മാരെയും എതിർക്കാനായി പോകുന്നു. ലേഡി ബഗ് നേരെ റോളർ കോസ്റ്ററിനരികിലേക്കും കാറ്റ്നോർ നേരെ ജയന്റ് വീലിനരികിലേക്കും പോയി. ഇവിടേക്കാണ് 2 സൂപ്പർ വില്ലന്മാര് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് സേഫ് ആക്കി ഓരോരോ ഭാഗത്ത് ഇവരെ കൊണ്ടുപോയിട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനായി വരുന്ന ഈ സൂപ്പർ ഹീറോസ് നാട്ടുകാർക്കിടയിൽ വളരെ പെട്ടെന്നായിരുന്നു ഫേമസ് ആയത്. കാറ്റ്നോറും ലേഡി ബഗും ആ 2 സൂപ്പർ വില്ലന്മാരെ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ട ബലൂൺ വില്ലന്റെ വയറ്റിലേക്ക് ഇട്ട് ആ ബലൂണും അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ നിരാശരായിരിക്കുന്ന അവരുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ അക്കൂമയെ നമ്മുടെ ലേഡി ബഗ് അവളുടെ യോയോയ്ക്കുള്ളിലാക്കുന്നു. അപ്പോഴായിരുന്നു ഹോക്ക് മോത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇതുകൊണ്ടൊന്നും തീരില്ല, ഞാൻ ഇനിയും വരുമെന്ന് അയാൾ പറഞ്ഞു പോകുന്നു. അന്നേരം ഈ ഒരു അക്കൂമയെ ഇവിലൈസ് ചെയ്ത് നമ്മുടെ ലേഡി ബഗ് പുറത്തേക്ക് വിട്ടു. അതും അവളുടെ ഒരു കഴിവായിരുന്നു. അങ്ങനെ മാസങ്ങൾ കൊണ്ട് ആ നാട്ടില് അത്രക്കേറെ ഫേമസ് ആയി മാറിയിരിക്കുകയാണ് ലേഡി ബഗും കാറ്റ്നോയറും. അവരായിരുന്നു അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് മാരിനേറ്റ് എഡ്രിയനുമായിട്ടും നല്ല കമ്പനി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവര് 2 പേരും കൂടി സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ. പാരീസ് നഗരം ഇപ്പൊ ഭയങ്കര സൂപ്പറായി പൊക്കോണ്ടിരിക്കുക. ആരുടെ കാരണം? നമ്മുടെ കാറ്റ്നോയറിന് അവന് ലേഡി ബഗിനോടുള്ള ഇഷ്ടം തുറന്നു പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അവര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മതിലില് അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൻ. പെട്ടെന്ന് അവൾ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവട്ടെ വിന്റർ ബോളിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലോയി എഡ്രിയനെ ക്ഷണിക്കാനായി നിൽക്കുമ്പോൾ മാരിനേറ്റ് പറഞ്ഞു അവൻ എന്റെ കൂടെ വരുന്നതെന്ന്. എന്നിട്ട് അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാൽ അന്ന് വൈകുന്നേരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. ലേഡി ബഗായി വേഷം മാറിയ മാരിനേറ്റ് കാറ്റ്നോറിനെ അന്വേഷിച്ച് പോവാണ്. അന്നേരം കാറ്റ്നോർ പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നമൊക്കെ ഞാൻ തീർപ്പാക്കി, എന്തായാലും നീ ഇതുവരെ വന്നതല്ലേ, നീ ഈ തിയേറ്ററിൽ വന്നിരിക്കുക എന്ന് പറയാണ്. നിന്നോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാറ്റ്നോർ ആവട്ടെ ഒരു സർപ്രൈസ് പോലെ അവളുടെ മുന്നിൽ കീബോർഡ് കൊണ്ടുവച്ച് അതുമായിട്ട് പാട്ട് പാടാൻ തുടങ്ങി. അവൻ പാടിയ പാട്ടിന്റെ പകുതി ഭാഗം നമ്മുടെ ലേഡി ബഗിനും അറിയായിരുന്നു കേട്ടോ, അതായത് മാരിനേറ്റിന്. അവർ 2 പേരും പാട്ട് പാടാൻ തുടങ്ങി. ശരിക്കും ഭയങ്കര റൊമാൻറ്റിക് ഫീൽ ആയിരുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു അത്. ശരിക്കും ഇതിന്റെ അവസാനം നമ്മുടെ കാറ്റ്നോർ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആംബിയൻസ് തന്നെ തയ്യാറാക്കി എടുത്തത് കേട്ടോ. എന്നാൽ നമ്മുടെ മാരിനേറ്റിന്റെ മനസ്സിൽ ഏഡ്രിയനോടുള്ള ഇഷ്ടമല്ലേ ഉണ്ടായിരുന്നത്. അവസാനം നമ്മുടെ കാറ്റ്നോർ ലേഡി ബഗിനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നിന്റെ ഈ മാസ്ക് കൊണ്ട് നീ ലോകത്തെ രക്ഷിക്കുന്നു, എന്നാൽ ഈ മാസ്കിന് പിറകിലുള്ള പെൺകുട്ടിയെ അവളെ എനിക്ക് ഇഷ്ടമാണെന്നാണ് നമ്മുടെ കാറ്റ്നോർ പറഞ്ഞത്. കുറച്ചൊരു നേരം അവൻ പറഞ്ഞത് കേട്ടുനിന്ന് അവളൊന്ന് പുഞ്ചിരിച്ചു. ശേഷം പറഞ്ഞു, എനിക്ക് നിന്നോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെ ചതിക്കുന്നത് പോലെയാവും. കാരണം എന്റെ ഹൃദയത്തിൽ ഓൾറെഡി ഒരാളുണ്ട്. ഓ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ? നിനക്ക് കുറച്ചെനിക്ക് സമയം തന്നോടെ എന്നൊക്കെ കാറ്റ്നോർ ചോദിക്കുന്നു. അതിന് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മാരിനേറ്റ് അവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ ഏഡ്രിയൻ. പ്ലാഗ് അവനെ വഴക്ക് പറയുന്നുണ്ട്.
ഈ സമയത്ത് ഗബ്രിയേൽ ആവട്ടെ നമ്മുടെ ഏഡ്രിയൻ വിഷമിച്ച് വരുമ്പോൾ അവനെ ചീത്ത പറയാൻ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ മാരിനേറ്റിനാവട്ടെ പിറ്റേ ദിവസം എഡ്രിയനോട് ബോളിന് ക്ഷണിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവനാവട്ടെ പറഞ്ഞു എൻ്റെ ഉള്ളിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്. എന്നാൽ അവൾ തെറ്റിദ്ധരിച്ചത് ക്ലോയിയാണ് ആ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്കായിരുന്നു. പാവം നമ്മുടെ മാരിനേറ്റിനും ഒരുപാട് സങ്കടമായി. സത്യത്തിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ മാരിനേറ്റിന് ഇഷ്ടം ഏഡ്രിയനെ, എന്നാൽ ഏഡ്രിയന്റെ കാറ്റ്നോർ വേഷത്തിന് ഇഷ്ടം ലേഡി ബഗ് എന്ന പെൺകുട്ടിയെ. എന്നാൽ അവർക്ക് പരസ്പരം അറിഞ്ഞൂടല്ലോ ഇത് ശരിക്കും ഒരേ ആൾക്കാരാണെന്നുള്ളത്. അതാണ് ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഏഡ്രിയനെ തന്നെ ഇഷ്ടമല്ല എന്ന മട്ടില് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ മാരിനേറ്റ്. അവൾ അങ്ങനെ സങ്കടത്തോടു കൂടി പാട്ട് പാടാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഞാൻ ലേഡി ബഗ് ആയിരുന്നെങ്കിൽ അവളുടെ ആ കഴിവുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാരിനേറ്റ് ചിന്തിക്കുന്നു. ഇവിടെ ഗബ്രിയേൽ ആവട്ടെ ഹോക്മോത്ത് എന്ന ആ ഒരു സൂപ്പർ വില്ലനായി തന്നെ കാറ്റ്നോറിനോടും ലേഡി ബഗിനോടും പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ്. വിന്റർ ബോൾ നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അങ്ങനെ ഹോക്മോത്ത് ഒരു ഡാർക്ക് വില്ലനായി മാറിയിരിക്കുന്നു. ഉടനെ തന്നെ ലേഡി ബഗായി വേഷം മാറിയ മാരിനേറ്റ് ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നു. കാറ്റ്നോയർ നീ എവിടെയെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ലേഡി ബഗ് തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ എഡ്രിയൻ അവിടെ സങ്കടപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ പ്ലാഗ് അവനെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത്, ദേ പുറത്ത് പ്രശ്നം നടക്കുന്നു, പ്ലാഗ് ക്ലോസ് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കാറ്റ്നോയറായി വേഷം മാറി അവൻ നേരെ ലേഡി ബഗിനടുത്തേക്ക് പോയി. ശരിക്കും ഇവരെ ഒന്നിച്ച് നിന്നാലാണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടായിരിക്കുക. എന്നാൽ അതൊന്നും നോക്കാതെ കാറ്റ്നോർ ഒറ്റയ്ക്ക് തന്നെ പാരീസിലെ ഇംഫൽ ടവറിന് മുകളിലേക്ക് കയറിയപ്പോൾ അവിടെയുള്ള ഹോക്മോത്ത് എന്ന ആ ഡാർക്ക് വില്ലൻ അവനെ നേരിടാൻ തുടങ്ങി. കാറ്റ്നോറിനൊരു പവർ ഉണ്ട്, കാറ്റക്ലിസം. അവൻ എന്തെങ്കിലും കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അത് ഡിസ്ട്രക്ട് ആയി പോകും. അറിയാതെ ഇംഫൽ ടവർ അവൻ തൊട്ടതും അത് പൊടിഞ്ഞു താഴെ വീണു. അവന്റെ വെള്ളത്തിലേക്ക് വീണിരിക്കുകയാണ്. ലേഡി ബഗ് കാറ്റ്നോറിനെ രക്ഷപ്പെടുത്തി നേരെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഹോക്മോത്ത് വന്ന് ലേഡി ബഗിനെ പിടികൂടി അവളുടെ ഉള്ളിലെ ആ ഒരു മിറാക്കുലസ് പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ നമ്മുടെ മാരിനേറ്റ് ആയി രൂപം മാറി അവള് കിടക്കാണ്. എന്നാലും അവളുടെ ഉള്ളിൽ കിക്കി വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, നിന്റെ ഉള്ളിൽ കഴിവുണ്ട്, ലേഡി ബഗ് ഉണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നിന്നെ കൊണ്ട് കാറ്റ്നോറിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അവള് തന്നെ കൊണ്ടാവുന്നത് പോലെ അവനെ അയാളുടെ അടുത്ത് നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടുത്തി. എന്നാലും ഇപ്പോഴും നമ്മുടെ കാറ്റ്നോർ ഹോക്മോത്തിന്റെ പിടിയിലായിരുന്നു. അവന്റെ മാസ്ക് തകർന്നപ്പോൾ ഹോക്മോത്തിന് അത് തന്റെ മകനായിട്ടുള്ള എഡ്രിയൻ ആണെന്ന് മനസ്സിലായി. അയാളുടെ ഉള്ളില് കുറ്റബോധം വന്നു. അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ഹോക്മോത്ത് എന്ന ആ വില്ലന് അക്കൂമ പുറത്തേക്ക് വന്ന് അയാളിപ്പോ ഗബ്രിയേലായി വേഷം മാറി. ഇക്കാര്യം നമ്മുടെ മാരിനേറ്റ് അവിടെ കിടന്ന് കാണുന്നുണ്ട്. കാറ്റ്നോർ എന്നുള്ളത് ആഡ്രിയൻ എന്ന് തന്നെയാണെന്നുള്ളത്. ഈ സമയം ഗബ്രിയേൽ അവനോട് ക്ഷമ ചോദിക്കുകയാണ്. നിന്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്കിടയിൽ നീ വന്നപ്പോഴും ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അവൾ എന്നെ വിട്ടുപോയി. അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി മിറാക്കിൾ ബോക്സിനുള്ള നമ്മുടെ ലേഡി ബഗിന്റെയും കാറ്റ്നോറിന്റെയും മിറാക്കുലസുകൾ എനിക്ക് ആവശ്യമാണ്. അവരുടെ മിറാക്കുലസ് എന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഹോക്മോത്ത് എന്ന സൂപ്പർ വില്ലനായി ഞാൻ മാറിയിട്ടുണ്ടായിരുന്നത്. അയാളുടെ ഉള്ളിലെ തിന്മയെ സ്നേഹം കൊണ്ട് നമ്മുടെ ഏഡ്രിയൻ അലിയിച്ച് ഇല്ലാതാക്കി കളയാണ്. എന്നാൽ മാരിനേറ്റിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, താൻ സ്നേഹിക്കുന്ന ഏഡ്രിയൻ തന്നെയാണ് ഈ കാറ്റ്നോർ എന്നുള്ളത്. വാങ്ഫു അന്നേരം വന്ന് മാരിനേറ്റിനോട് നീ തന്നെയാണ് ആ യഥാർത്ഥ വ്യക്തി എന്ന് പറയുന്നു. ലേഡി ബഗ് ആവാനും ഈ ലോകത്തെ രക്ഷപ്പെടുത്താനും. ലേഡി ബഗിന്റെ മറ്റൊരു പവർ ആയിരുന്നു, എന്തെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഈ ലേഡി ബഗ് എന്ന് പറയുന്ന മിറാക്കുലസിന്റെ തന്നെ പവറാണ് പവർ ഓഫ് ക്രിയേഷൻ. അതുകൊണ്ട് എന്തൊക്കെ നശിച്ചു പോയോ അതെല്ലാം തന്നെ ആ ഒരു സിറ്റിയിൽ നമ്മുടെ ലേഡി ബഗ് റീസ്റ്റോർ ചെയ്യാണ്. എല്ലാ ആൾക്കാരും അവൾക്ക് വേണ്ടി ജയ് വിളിച്ചു. ശേഷം അവൾ വീട്ടിലേക്ക് പോയി വൈകുന്നേരത്ത് വിന്റർ ബോൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. നമ്മുടെ മാരിനേറ്റ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ഉടുപ്പായിരുന്നു അവൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ മാരിനേറ്റിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ മാരിനേറ്റ് തൽക്കാലത്തേക്ക് ആലിയെയും നിനോയെയും ഒറ്റയ്ക്ക് വിട്ട് നമ്മുടെ മാരിനേറ്റ് നേരെ ഏഡ്രിയനെ തെരഞ്ഞു പോകുന്നു. അവൻ കാറ്റ്നോർ ആയിട്ട് ലേഡി ബഗ് വരാത്തതിന്റെ വിഷമത്തിൽ നിൽക്കുമ്പോൾ മാരിനേറ്റ് അവിടേക്ക് വന്ന് ഏയ് കാറ്റ്നോർ എന്ന് വിളിക്കുമ്പോൾ മാരിനേറ്റ് നീ എന്താ ഇവിടെ എന്ന് അവൻ ചോദിക്കുകയാണ്. നിനക്കെന്നെ മാരിനേറ്റ് എന്ന് വിളിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ലേഡി ബഗ് എന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് അവളുടെ ഐഡന്റിറ്റിയും അവൾ വെളിപ്പെടുത്തി. എന്നിട്ട് അവർ പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം തുറന്നു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നു. ഈ ഒരു സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലായിട്ട് ഗബ്രിയേലിന്റെ അസിസ്റ്റന്റ് ആയ നതാലി ഒരു പ്രത്യേക റൂം തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ എഡ്രിയന്റെ അമ്മയായ എമിലിയുടെ ശരീരം അവിടെയുണ്ട്. അതിന്റെ മുകളിലായിട്ട് പീകോക്ക് മിറാക്കുലസും ഇരിക്കുന്നത് കാണാം. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് മിറാക്കുലസ് ലേഡി ബഗ് ആൻഡ് കാറ്റ്നോർ എന്ന 2023 പുറത്തിറങ്ങിയ ഒരു അടിപൊളി സിനിമ എൻഡ് ചെയ്യുന്നത്. സോ കൂട്ടുകാരെ, ഇതിന്റെ സീരീസ് കണ്ടവർക്ക് നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് നമ്മളൊരു കുഞ്ഞ് ഔട്ട്രോ പറഞ്ഞുതരാം കേട്ടോ. അതായത് മിറാക്കിൾ ബോക്സ് എന്ന് പറയുന്നത് ഒരു മാന്ത്രിക പെട്ടിയാണ്. ഇതിനകത്തുള്ള മാന്ത്രിക രത്നങ്ങൾ പോലുള്ള ഒരു സംഗതികളാണ് ഈ മിറാക്കുലസുകൾ എന്ന് പറയുന്നത്. അതിൽ ഈ ബട്ടർഫ്ലൈ ഉണ്ട്, ലേഡി ബഗ്, കാറ്റ്നോർ, ഇപ്പൊ പീകോക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ,
അങ്ങനെ ഒത്തിരി തരത്തിലുള്ള മിറാക്കുലസുകൾ ഉണ്ട്. ഈ മിറാക്കുലസിന്റെ ഓണേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഓണേഴ്സ് ആണ് ഈ സൂപ്പർ ഹീറോ ആയിട്ട് മാറുള്ളൂ. ഇപ്പൊ നമ്മളെ ലേഡി ബഗ് മിറാക്കുലസിന്റെ ഓണറാണ് മാരിനേറ്റ്. അപ്പൊ മാരിനേറ്റ് ആണ് ലേഡി ബഗ് എന്ന സൂപ്പർ ഹീറോയിൻ ആയിട്ട് മാറുന്നത്. ഈ ഒരു ലേഡി ബഗ് മിറാക്കുലസിന്റെ ഏഞ്ചൽ അല്ലെങ്കിൽ അതിനകത്തുള്ള കുഞ്ഞു ജീനി എന്നൊക്കെ പറയുന്നവരെ നമ്മൾ പറയുന്നത് ക്വാമി എന്നാണ്. ലേഡി ബഗിന്റെ ക്വാമിയാണ് കിക്കി, കാറ്റ് നോറിന്റെ ക്വാമിയാണ് പ്ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഓരോരോ വേർഡ്സ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പിടികിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. ക്വാമി എന്ന് പറയുന്നത് ഏതൊരു മിറാക്കുലസിന്റെയും ജീനിയെ പറയുന്ന പേരാട്ടോ. പിന്നെ ഉള്ളത് അക്കൂമ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബട്ടർഫ്ലൈ മിറാക്കുലസിൽ നിന്ന് നമ്മുടെ ഗബ്രിയേല് സൂപ്പർ വില്ലനായ ഹോക്മോത്ത് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഹോക്മോത്തിന് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെയുള്ളവരെയാണെന്ന് വെച്ചാൽ ഒരാളുടെ മനസ്സ് തകർന്നിരിക്കുകയാണെങ്കിൽ അയാളെ നിയന്ത്രിച്ച് അയാളെ ഒരു വില്ലനാക്കി മാറ്റാനാണ് ഹോക്മോത്തിന് കഴിയുക. അങ്ങനെ വില്ലനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹോക്മോത്ത് ഒരു പൂമ്പാറ്റ് പോലുള്ള ഒരു സാധനത്തിനെ പറപ്പിച്ചു വിടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ അക്കൂമ എന്ന് പറയുന്നത്. ഈ അക്കൂമ ആ ഒരു നിരാശനായിരിക്കുന്ന ആളുടെ ഉള്ളിലേക്ക് കയറി അയാളെ ഒരു വില്ലനാക്കി മാറ്റുകയാണ്. നമ്മുടെ ലേഡി ബഗും കാറ്റ്നോറും ആവട്ടെ അവരെ മാക്സിമം അവശതപ്പെടുത്തിയിട്ട് ഈ ഒരു അക്കൂമയെ വെളിയിലെടുക്കും. എന്നിട്ട് ഈ ഒരു അക്കൂമയെ ഡീ അക്യൂമറ്റൈസ്ഡ് ചെയ്യുക എന്നാണ് പറയാ. നമ്മുടെ ലേഡി ബഗ് അവളുടെ യോയോക്കുള്ളിൽ വെച്ചിട്ട്, യോയോ എന്ന് പറയുന്നത് അവളെ ഒരു കയറ് മുകളിലേക്ക് ഇട്ടിട്ടാണല്ലോ പറന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു സംഗതി അതിനകത്ത് വെച്ച് ഡീ അക്യൂമറ്റൈസ്ഡ് ചെയ്യും. അതായത് ആ ദുഷ്ടതയെല്ലാം കളഞ്ഞ് നല്ലതാക്കി തീർക്കും. അതിനെയാണ് നമ്മൾ ഡീ അക്യൂമറ്റൈസ്ഡ് എന്ന് പറയാം. സോ കൂട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിറാക്കുലസിന്റെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ഓടി വന്ന് കമന്റ് ഇട്ടോ കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ മിറാക്കുലസിലുള്ള ഏത് ലേഡി ബഗിനെയാണോ കാറ്റ്നോറിനാണോ ഇഷ്ടം എന്നൊക്കെ ജസ്റ്റ് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.